തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് പൂർണ്ണമായി വന്നു തുടങ്ങിയപ്പോഴാണ് ചില സത്യങ്ങൾ മറനീക്കി പുറത്തു വന്നു തുടങ്ങിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ രാഷ്ട്രീയ മുന്നണി ഇടതുപക്ഷമായിട്ടും 29 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന BJP മുന്നണിക്ക് ലഭിച്ചത് 50 സീറ്റുകളാണ്. അതെങ്ങനെയാണെന്ന് നോക്കുമ്പോഴാണ് കോർപ്പറേഷനിലെ BJPയെ ജയിപ്പിക്കാൻ കോൺഗ്രസ് കളിച്ച നാറിയ കളി പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ CPM-ന്റെ നേതാവ് സഖാവ് PK ഗോപൻ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ സംഭവിച്ചെന്താന്നുള്ളത് മീഡിയ വൺ നന്നായിട്ട് പരിശോധിക്കുന്ന നല്ലതാണ്. അവിടെ LDF-ന് കിട്ടിയ വോട്ട് 1,70,75,000 BJPക്ക് കിട്ടിയ വോട്ട് 1,65,000 UDF-ന് കിട്ടിയ വോട്ട് 1,25,000 20 സീറ്റിൽ BJP ജയിക്കുന്നത് 100-ൽ താഴെ വോട്ടിനാണ്. അത്രയും തന്നെ സീറ്റിൽ കോൺഗ്രസിന് 300-ൽ താഴെ വോട്ടേ കിട്ടിയിട്ടുള്ളൂ. കാര്യം വ്യക്തമാവുമല്ലോ. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ CPM-ന്റെ കയ്യിൽ നിന്ന് പോകണം, അത് BJPക്ക് കിട്ടിയാലും വേണ്ടില്ല എന്നിടത്തേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളത് കണക്ക് സഹിതം വ്യക്തമാണ്. അതങ്ങ് ഈ 100-ലധികം സീറ്റ് എടുത്തിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്തില്ലെങ്കിൽ നാളെ അത് ചെയ്താൽ മതി. അതിന്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ മതി. അതായത് മകൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കാണണം എന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ കോൺഗ്രസ് പ്രയോഗിക്കുന്നത്. ബഹുമാന്യനായ ഷെഫീഖ് മാഷിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. നിങ്ങളിപ്പോ ഒരു കോൺഗ്രസ് ബന്ധത്തിന്റെ പേരിൽ ആവേശം കൊണ്ട് നിൽക്കുകയാണല്ലോ, നിങ്ങൾ ഇതൊന്നും നോക്കുന്ന നല്ലതാണ്. ഇനി കൊല്ലം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിപ്പോയതുകൊണ്ട് BJP ജയിച്ചു എന്നൊരാഖ്യാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയത് BJPയുടെ സഹായം കോൺഗ്രസിന് കൊടുത്തതുകൊണ്ടാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബാന്ധവം അല്ലാതെ ഒരു പാലമല്ലാതെ. കണക്ക് നോക്കിയാൽ മതി, വെറുതെ അല്ല ഞാൻ പറയുന്നത്. ഞാനൊരു രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിക്കുകയല്ല, നിങ്ങൾ കണക്ക് വെച്ച് സംസാരിക്കാനാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്ത് സംഭവിച്ചത് എന്താണെന്നുള്ളത് ന്യൂമറിക്കലായിട്ട് നിങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതി. വേറെ രാഷ്ട്രീയ ആരോപണം ഒന്നും എടുക്കണ്ട, എന്റേതും എടുക്കണ്ട, ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരുടെ എടുക്കണ്ട. ഈ കണക്ക് നോക്കിയാൽ മതി. ഇനി കൊല്ലത്ത് പരവൂരിൽ കഴിഞ്ഞ പ്രാവശ്യം തുല്യമായിട്ടാണ് മുനിസിപ്പാലിറ്റി വന്നത്. അങ്ങനെ അത് UDF-ന്റെ കയ്യിൽ കിട്ടി. ആ പരവൂർ മുനിസിപ്പാലിറ്റി ചാത്തന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ വരുന്നതാണ്. അവിടെ BJP ഒരു മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെല്ലാം. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സഖാവിനെ തന്നെ ആ മുനിസിപ്പാലിറ്റി പിടിക്കാനായിട്ട് ചുമതലപ്പെടുത്തി. അദ്ദേഹത്തെ പരസ്യമായിട്ട് മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ളത് ഞങ്ങൾ പ്രഖ്യാപിക്കാറില്ലെങ്കിൽ പോലും ആ ഉദ്ദേശത്തോടെ തന്നെ ഒരാളെ നിർത്തി. അയാൾക്ക് അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിച്ച UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടെത്രാന്ന് അജിംഷായ്ക്ക് അറിയാവോ? 20 വോട്ട് ഒരു മുനിസിപ്പാലിറ്റി BJP അവിടെ ജയിച്ചു. ഇനി കൊല്ലം ജില്ലയിലെ പുനലൂരിൽ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും BJPയുടെയും കോൺഗ്രസിന്റെയും തമ്മിലുള്ള ഈ ഏർപ്പാട് വെൽഫെയർ പാർട്ടി നന്നായിട്ട് പരിഗണിക്കുന്ന നല്ലതാണ്. ഇതാണ് എനിക്ക് ആദ്യഘട്ടം. രണ്ടാമത്, ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറഞ്ഞ 2-3 കാര്യങ്ങൾ, അത് രാഷ്ട്രീയമായി അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം PR വർക്ക് എന്ന് പറഞ്ഞത് കനകോലുവിനെ ഉദ്ദേശിച്ചായിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ പരം ഗതികേട് വരാനുണ്ടോ? സ്വന്തം പാർട്ടിക്ക് രാഷ്ട്രീയ നയങ്ങളും തീരുമാനങ്ങളും എടുത്ത് ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് ഒരാളെ കേരളത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശവും നിയമവും നടപടിക്രമങ്ങളും അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഏതൊക്കെ സമരം നടത്തണം, ഏതൊക്കെ മുദ്രാവാക്യങ്ങൾ ഉന്നയിക്കണം എന്നൊക്കെ ഒരു കമ്പനി എക്സിക്യൂട്ടീവ് അഡ്വർടൈസ്മെന്റ് ഏജൻസികൾ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തെ പ്രൊപ്പഗൻഡ കൊടുക്കുന്നത് പോലെയും പ്രൊമോട്ട് ചെയ്യുന്നത് പോലെയും ഒരു രാഷ്ട്രീയ പാർട്ടി അതിന് കീഴടങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് അവർ PR വർക്കിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് വിലക്കയറ്റമാണ്. GSTയെ കുറിച്ച് അദ്ദേഹത്തിന് അറിയത്തില്ലായിരിക്കും. ഈ കേന്ദ്ര ഗവൺമെന്റ് രൂപയുടെ മൂല്യം ഇടിയുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കും. അദ്ദേഹം ഭരിക്കുന്ന കർണാടക സ്റ്റേറ്റിലെ വിലയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയത്തില്ലായിരിക്കും. കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണോ ഇത്? ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ കേരളത്തിൽ ഇടപെട്ടതുപോലെ പൊതുമേഖലയിൽ ഞങ്ങൾ ഇടപെട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവോ? ഇതുപോലെ സിവിൽ സപ്ലൈസ്, ഇതുപോലെ മാവേലി സ്റ്റോർ, ഇതുപോലെ റേഷൻ കടകൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം ഈ കഴിഞ്ഞ ഓണക്കാലത്തും പെരുന്നാളിനും ഒക്കെ ഈ കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ലേ? അപ്പൊ അതാണോ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം? അത് ജനങ്ങളുടെ മുമ്പിൽ ഒരു വിഷയമായിട്ട് വന്നിട്ടില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. പിന്നെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നു. എന്റെ അനിൽ ബോസ് മാഷെ, ഇന്ത്യ രാജ്യത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ 10 സ്റ്റേറ്റ് കഴിഞ്ഞാൽ കേരളം വരുന്നുള്ളൂ. 10 സ്റ്റേറ്റ് കഴിഞ്ഞ്. പക്ഷേ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 50-60 കൊല്ലങ്ങൾക്ക് മുമ്പേ പ്രവാസി മലയാളികളുടെ വലിയ കുത്തൊഴുക്കുണ്ടായ സ്റ്റേറ്റാണ് കേരളം. പക്ഷേ ഇപ്പൊ തിരിച്ചാണ് സംഭവം. ഇപ്പൊ കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ മറ്റ് സ്റ്റേറ്റുകളെ നോക്കിയാൽ 10ാം സ്ഥാനം കഴിഞ്ഞ കേരളത്തിൽ നിന്ന് ആളുകൾ വെളിയിൽ പോകുന്നുള്ളൂ. ഇനി ബംഗാളികൾ മാത്രമല്ല സാർ ഇവിടേക്ക് വരുന്നത്. അങ്ങ് ഭരിക്കുന്ന കർണാടകത്തിൽ എത്ര പേരുടെ ജോലി ചെയ്യുന്നുണ്ടെന്നറിയോ? തമിഴ്നാട്ടുകാർ എത്ര ഉണ്ടെന്നറിയോ? ഗുജറാത്തുകാരും UPക്കാരും എത്ര ആയിരം ഉണ്ടെന്നറിയോ? 30 ലക്ഷത്തോളം ആളുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് അങ്ങ് ആശങ്ക പറയുമ്പോൾ ഇതുകൂടി നമ്മൾ പരിഗണിക്കണമെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ
സംരംഭങ്ങളുടെ വർധന വെച്ചുകൊണ്ട് പുതിയതായിട്ട് കേരളത്തിലെ ചെറുപ്പക്കാർ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളത് കൂടി അങ്ങ് മനസ്സിലാക്കണം. ഇനി ഇവിടെ ഇഡിയുടെ നോട്ടീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇത്രയും പരിഹാസനാകാവോ? അദ്ദേഹത്തിന് ധാർമ്മികമായ ഈ പിന്തുണയെല്ലാം കൊടുത്ത മലയാള മനോരമ അടക്കം അത് പിൻവലിച്ചുകൊണ്ട് പോയി സാർ. കാരണം ഇഡിയുടെ നോട്ടീസ് വെച്ചിരിക്കുന്നത് 11ാം ക്ലാസ്സിൽ പിണറായി വിജയന്റെ മകൻ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് പഠിക്കാനുള്ള കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു നോട്ടീസാണ്. ആ നോട്ടീസ് അയച്ച ആളുകളുമില്ല, പറ്റിയ ആളുകളുമില്ല. ഇതേ ഇഡി നോട്ടീസ് തോമസ് ഐസക്കിനെതിരായിട്ട് അയച്ച് ഹൈക്കോടതി എടുത്ത് ദൂരെ കളഞ്ഞത് എന്തിനാ അങ്ങനെ വിളിക്കുന്നത് ചോദിച്ചേ? ഈ ഇഡി നോട്ടീസും കൊണ്ടാണോ നിങ്ങൾ ഇപ്പോഴും നടക്കുന്നത്? നല്ല തമാശയായി പോയി. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഇഡി നോട്ടീസ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ കൊടുത്ത ഇഡി നോട്ടീസിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടും ഇടതുപക്ഷത്തെ ഭരണത്തിൽ എത്തിക്കാതിരിക്കാൻ BJPക്ക് വോട്ട് മറിച്ച കോൺഗ്രസിന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും മൗദൂദികളുടെ കട്ട പിന്തുണ. കഷ്ടം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.